ഹലോ മക്കളെ, അപ്പൊ ഈ വർഷത്തെ USS നമ്മൾ ഉറപ്പിക്കാൻ പോവാണ് എഡ്യൂപോർട്ടിനോടൊപ്പം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നേരെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ദ കിങ് ഓഫ് ആസിഡ്, ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്: നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. മക്കളെ ആരൊക്കെയാണ്? വേഗം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം വന്നിട്ടുണ്ടാവും. ഉത്തരം ഇതാണ്, ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ എഴുതാറുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? ദാ പിടിച്ചോ, H2SO4 എന്നുള്ളതാണ്. പഠിച്ചു വെച്ചേക്കണം അല്ലെ. അപ്പോൾ ദ കിങ് ഓഫ് ആസിഡ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? H2SO4. വെറുതെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ദ പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ മാർബിൾ പീസസ് ആർ പുട്ട് ഇൻ ആസിഡ് അല്ലെ. അതായത് മാർബിൾ കഷ്ണങ്ങൾ ആസിഡിലിട്ടാൽ ലഭിക്കുന്ന വാതകത്തിന്റെ സ്വഭാവം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ബേൺസ് ബൈ ഇറ്റ് സെൽഫ്, ഹെൽപ്പ് ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ, ഹെൽപ്പ് ടു ബേൺ, നൺ ഓഫ് ദീസ്. അതായത് സ്വയം തീ പിടിക്കും, തീ കെടുത്താൻ സഹായിക്കും, തീ കത്താൻ സഹായിക്കും, ഇവയൊന്നുമല്ല. മക്കളെ മനസ്സിലാക്കി വെക്കുക, ഒരു മാർബിൾ കഷ്ണം നമ്മൾ ആസിഡിലിട്ടാൽ അല്ലെ, പഠിച്ചു വെച്ചേക്കണം, മാർബിൾ കഷ്ണം ആസിഡിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസിന്റെ പേരാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം മക്കളെ. എന്താണ് ഗ്യാസിന്റെ പേരെന്താണ്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാതകം അഥവാ ഗ്യാസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹെൽപ്പ് ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ എന്നാണ്. തീ കെടുത്താനാണ് സഹായിക്കുന്നത്. ഫയർ ഫോഴ്സിന്റെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ സ്കൂളിലും അതേപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങളിലും ഒക്കെ സൈഡിലായിട്ട് എന്ത് കാണാം? ഒരു ചോപ്പ് ഒരു കുപ്പി പോലുള്ള ഒരു സാധനങ്ങൾ തൂക്കിയിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ദാറ്റ് ഈസ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. അതിൻ്റെ അകത്ത് ആരാണ് മക്കളെ ഉള്ളത്? കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ എന്ത് വരുന്നുണ്ട്? USS ബാച്ച്, എഡ്യൂപോർട്ടിന്റെ USS ബാച്ച് വരുന്നുണ്ട്. നമുക്ക് ഒക്ടോബർ 20 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് വെറും 49 രൂപയ്ക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ വർഷത്തെ USS എഡ്യൂപോർട്ട് തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അല്ല സാറേ 49 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് തീരുന്ന പരിപാടിയാണോ? അങ്ങനെയല്ല. ഏതാണ്ട് ഫെബ്രുവരി മാസമാകുന്നത് വരെയാണ്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലാണ് USS എക്സാം നടക്കുന്നത്. അതുവരെയുള്ള മുഴുവൻ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെറും 49 രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കൃത്യമായിട്ട് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ 49 ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 49 രൂപയ്ക്കാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ടുള്ള, ഏറ്റവും വൈബായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 49 രൂപയ്ക്കാണ്. ഓഫർ ടിൽ ഒക്ടോബർ 20 വരെയാണ് ഈ ഓഫർ ഉള്ളത്. വേഗം തന്നെ മക്കൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ബൈ.